ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ കാത്തുപരിപാലിച്ച് സൂക്ഷിച്ചു. അതിന് ദൈവത്തോട് സ്തോത്രം പറയാൻ നന്ദി പറയാനായിട്ട് നാം കടന്നു വന്നിരിക്കുന്നു. വചനം പറയുന്നവരെ അധ്വാനിക്കുന്നതിനും ഭാരിച്ചുവരെ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് തിരുവചനം പറയുന്നവരെ കഴിഞ്ഞ പോയ ആഴ്ചകളിൽ നാം പലവിധ ഭാരത്താലും പ്രയാസത്താലും ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ ആശ്വാസത്തിനായി നാം ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് ഉറപ്പുണ്ട് ദൈവം എനിക്ക് ആശ്വാസം നൽകും, എൻ്റെ ഭാരങ്ങൾക്കൊരു വിട്ടൽ നൽകുമെന്ന് എത്ര പേർക്ക് ഇന്ന് വിശ്വാസമുണ്ട്? ദൈവവചനം പറയുന്നു, നമുക്കെല്ലാവർക്കും അനേക സ്വപ്നങ്ങൾ ഈ ലോക ജീവിതത്തിലുണ്ടായിരുന്നു. പലവിധ നടക്കാതെ പോയ പല സാഹചര്യങ്ങളും ഈ ലോക ജീവിതത്തിലുണ്ടായിരുന്നു. അവയുമെല്ലാം നടക്കാതെ നാം ഒരു വഴിയിൽ നിൽക്കുകയാണ്. ദൈവവചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് അവൻ നിങ്ങൾക്കായി കരുതുകയാലാണ് നമ്മുടെ എന്ത് ചിന്തകലവും നമ്മുടെ എന്ത് പ്രയാസങ്ങളായാലും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ തിരുവചനം പറയുന്നു. നമ്മൾ ഈ ലോകജീവിതത്തിൽ അനേകരും പറയും നാം ഒറ്റയ്ക്കാണ്, കൂടെ ആരുമില്ല, ഏകനായി എന്നൊക്കെ അനേകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവവചനം പറയുന്നു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നു. മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ വിട്ട് അകന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അവിടെ അങ്ങനെ പോയാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് തിരുവചനം പറയുന്നു. ഇരമ്യാവിനോട് യേശു പറഞ്ഞത്, മോനെ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകണം മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ് എന്ന് ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു. അപ്പോൾ തന്നെ പൗലോസ് എഫെസ്യയിൽ പറയുന്നു, ലോക സാമർത്ഥ്യത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നവനാണ് എന്ന് പറയുന്നു. നമ്മൾ അനേകരും നമുക്ക് നോക്കേണ്ടത്, ഈ ലോകത്തിൽ ആര് വിട്ടുപോയാലും നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്ന മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്, ദൈവം നമ്മെ അറിഞ്ഞതാണ് എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. അനേകർക്കും പലതിലും യോഗ്യത ഉണ്ടാകില്ല, അല്ലെങ്കിൽ യോഗ്യതയില്ലാത്തവരാണെന്ന് അനേകരും പറയും. തിരുവചനം നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷിയാൽ ഭക്തനെ പോറ്റിയ ഒരു ഇതുണ്ട്. അവിടെ ഏലിയാവിനെ പോറ്റിയത് കാക്കയെ കൊണ്ടാണ്. കാക്കയ്ക്ക് യോഗ്യത എന്ന് വെച്ചാൽ കാക്ക ഈ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊത്തി പെറുക്കണതാണ്. അത്ര വൃത്തിയുള്ളതൊന്നും അല്ല കാക്ക ചെയ്യുന്നത്. പക്ഷെ എന്നാലും അവിടെ വേറെ വൃത്തിയുള്ള ഒന്നിനുമല്ല, കാക്കിനെയാണ് ദൈവം അവിടെ ഭക്ഷണം കൊടുക്കാനായി തിരഞ്ഞെടുത്തത്. കാരണം യോഗ്യത ഇല്ലാത്തവരായാലും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ യോഗ്യത ഉള്ളവരായി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നതിലാണ് യാഥാർത്ഥ്യം നോക്കുന്നത്. അതുപോലെ തന്നെ മോശയെക്കുറിച്ച് നോക്കി കഴിഞ്ഞാൽ മോശ ഒരു വിക്കനായിരുന്നു. പക്ഷേ വലിയ ജനമായി ഇസ്രായേൽ ജനത്തിനെ നടത്താൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. കാരണം മോശയുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും ദൈവം അവിടെ നോക്കിയില്ല. മറിച്ച് ദൈവത്തിന് യോഗ്യനായവൻ ആണ് എന്ന് ദൈവത്തിന് മനസ്സിലായി. കാരണം നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്, മറിച്ച് നമ്മെ കൊണ്ട് എന്ത് ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്നാണ് ദൈവം നോക്കുന്നത്. അത്ര വലിയ ദൈവത്തിന് പ്രധാനപ്പെട്ട ഒരു ജനമായ ഇസ്രായേലിനെ തന്നെ കരത്തിൽ കൊടുത്തിട്ടാണ് മോശയെ ദൈവം മറിച്ചത്. മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ വിക്കനാകുന്നു എന്ന് പറയുമ്പോൾ യഹോവനോട് പറഞ്ഞു, മനുഷ്യന് വായ കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര്? യഹോവയാകുന്ന ഞാനല്ലയോ എന്ന് പറയുന്നു. ഇവയെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. ഈ ധൈര്യത്തോടെ പോവുക എന്നാണ് പറയുന്നത്. ആ കുറവുകളുള്ള മോശയും കൊണ്ട് അത്ര വലിയ ചെങ്കടൽ വരെ കടത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ കുറവുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാതൊന്നുമല്ല. നമുക്ക് പലവിധ പ്രതിസന്ധികളിലും ദൈവം നമ്മളെ തരണം ചെയ്യാൻ ദൈവത്തിന് കഴിയുന്നതാണ്. ഒരു വചനത്തിൽ പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് യെശയ്യാവ് 49:15 പറയുന്നു. ഇന്ന് ആരൊക്കെ നമ്മൾ ലോകത്തിൽ മറന്നു കളഞ്ഞും ദൈവം മറന്നു കളയുകയില്ല എന്നൊരു വാഗ്ദാനം ദൈവം നമുക്ക് തരുന്നുണ്ട്. ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ മറന്നു കളയുവാനോ വാത്സല്യം ഇല്ലാതെ വാത്സല്യം കൊടുക്കാതിരിക്കാനോ ആ സ്ത്രീക്ക് കഴിയില്ല. എന്നാൽ അഥവാ അങ്ങനെ സംഭവിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും വിടുകയില്ല എന്ന് വചനം പറയുന്നു. നമ്മൾ യോഗ്യതയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയെ കൂടി നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ശൗൽ എന്നൊരു വ്യക്തി. ശൗൽ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു മത തീവ്രവാദിയായിരുന്നു. കാരണം ഇങ്ങനെ വചനം പ്രസംഗിക്കുന്നവരെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും കൊല്ലുകയും കെട്ടിയിടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ. എന്നാൽ യാതൊരു യോഗ്യതയും ശൗലിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തു.
ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ നോക്കുന്നു, അവൻ പ്രാണപ്രയാണം ചെയ്തു ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന് ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗല് ശൗല്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറഞ്ഞു. ആ ശബ്ദം കേട്ട്, നീ ആരാകുന്നു കർത്താവേ ഞാൻ എന്ന് അവനോട് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് പറഞ്ഞു. അവിടെ ശൗൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു വെളിച്ചം ശൗലിന് മേത്ത് വരികയും ശൗലിനോട് അവിടെ നിന്ന് പറയുന്നത് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ കൊലോസ്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 6:16 പറയുന്നുണ്ട്. ആർക്കും വായിക്കും? 1 തെസ്സലോനിക്കർ 6:16. സോറി, 1 തിമോഥെയോസ് ആണ്. 1 തിമോഥെയോസ് 6:16. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആയവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരും. അതിന് അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ശൗല് അവിടെ കണ്ട ഒരു വെളിച്ചത്തെ പറ്റിയാണ് ഇവിടെ 1 തിമോഥെയോസ് 2 പറയുന്നത്. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ മനുഷ്യനാരും കാണാത്തതും കാണുവാൻ കഴിയാത്തതുമായവനാണ് എന്നാണ്. തക്ക സമയത്ത് പ്രത്യാശത വരുത്താനുമാണ്. തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവം ഒരു പ്രത്യാശ വരുത്തും. നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ദാനിയേലിനെ നോക്കി കഴിഞ്ഞാൽ സിംഹക്കുഴിയിലേക്ക് വീണു. പലരും വിചാരിച്ചു അവിടെ സിംഹം കടിച്ചു കീറും, അല്ലെങ്കിൽ ശദ്രക് മേശക് അബേദ്നെഗോ നോക്കി കഴിഞ്ഞാൽ തീച്ചുളയിൽ ഇട്ടപ്പോൾ വെന്തു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ യാതൊന്നും അവർക്ക് സംഭവിച്ചില്ല എന്നതാണ്. കാരണം നമ്മൾ പലവിധ ആപത്തിൽ പെടുമ്പോഴും ഇപ്പോൾ നമ്മൾ നശിക്കപ്പെടും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പെടും എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രകാശം നമ്മുടെ അടുക്കിലേക്ക് വരിക. അതുപോലെ തന്നെ അടുത്തൊരു വാക്യം നമുക്ക് എഫെസ്യർ 5:9 പറയുന്നുണ്ട്. എഫെസ്യർ 5:8. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകും. മുമ്പേ നമ്മൾ ഒരു ഇരുളായിരുന്നു. ഇരുളെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പാപത്തിലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആ പാപത്തിൽ നിന്ന് വിട്ട് ഒരു വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പല പാപത്തിൽ നമുക്ക് ഒരിക്കലും പൊറുക്കാനാവാത്ത പല പാവങ്ങളും നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഇരുൾ നിറഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇന്ന് നമ്മൾ വെളിച്ചത്തിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. നമ്മുടെ കർത്താവിന് എന്താണോ പ്രസാദമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന് എന്താണോ നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത്, അതിലേക്ക് നാം പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും ഇരുളിലേക്ക് പോകാതെ കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക് നാം മുന്നോട്ട് പോകേണ്ടതാണ്. അതിലെ 11-ാമത്തെ വാക്യം കൂടി വായിക്കാം. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ വചനം നമ്മുടെ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അത് പരന്നല്ലേ? ഇതു ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കത്രേ വേണം. നമുക്ക് ഇരുളിൻ്റെ ചില നിഷ്ഫല പ്രവൃത്തികളുണ്ട്. ദൈവം ഇപ്പോൾ യേശു മരുഭൂമിയിൽ നടക്കുമ്പോഴും പിശാചിന് ചില പ്രവൃത്തികളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ദൈവം പിശാചിനെ ശാസിക്കുകയാണ് ചെയ്തത്, അല്ലാതെ പിശാച് പറഞ്ഞ പോലെ ചെയ്യുകയൊന്നും ചെയ്തിട്ട്. അതുപോലെ നമുക്കും ചില സന്ദർഭങ്ങളിൽ തെറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ശാസിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അത് ചെയ്യുകയോ ആ ഇരുട്ടിലേക്ക് തിരിച്ചു പോവുകയോ ചെയ്യുകയല്ല. അതിൻ്റെ 14-ാമത്തെ വാക്യം നോക്കി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന്. ക്രിസ്തു ഇന്ന് നമ്മുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അനേകരും ഉറങ്ങുന്നവരാണ്. ഉണർന്ന് നാം ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കേണ്ടവരാകുകയാണ്. പലരും ഇന്ന് ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ചിരിക്കുന്നവരാണ്. ദൈവം വെളിപ്പാടിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആരും വാതിൽ തുറന്നാൽ
അവൻ എന്നോട് കൂടി, ഞാൻ അവനോട് കൂടി അത്തരം കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് അനേകർക്കും ദൈവത്തിന് വേണ്ടി ഹൃദയം തുറക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആരും പോകുന്നില്ല. ഇന്ന് എല്ലാവരും ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും ലോകത്തിലും പോകുന്ന ആളുകളാണ്. നമുക്ക് അടുത്ത് വായിക്കാൻ നോക്കി കഴിഞ്ഞാൽ റോമർ 13:12 വായിക്കാം. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കും. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. നമുക്ക് കാണാൻ കണ്ട് പല കാര്യങ്ങളും ഇതിനകത്ത് മദ്യപാനം കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അവയിലൊന്നുമല്ല നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ധരിക്കേണ്ടത് ഈ ലോക ജീവിതത്തിൽ. മറ്റൊരു മോഹത്തെയുമല്ല, മറ്റൊന്നിനെയുമല്ല എന്ന് തിരുവചനം കാണാൻ കഴിയും. നമുക്ക് വചനത്തിൽ എവിടെ നോക്കിയാലും ദൈവത്തെ ധരിപ്പാനും ദൈവത്തിൻ്റെ കൂടെ ഇരിപ്പാനുമാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. വെളിപ്പാടിൻ്റെ ലേഖനം 2-4 വാക്യത്തിൽ പറയുന്നു, നിന്നിലുള്ള തെറ്റ്, ഞാൻ കണ്ട തെറ്റ് എന്തെന്നാൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ എന്നൊരു തെറ്റാണ്. നാം ഇന്ന് എല്ലാവരും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവരാണ്. നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി, അല്ലെങ്കിൽ ന്യായവിധിയിൽ നീയും അകപ്പെടും എന്ന് പറയുന്നുണ്ട്. ആ ആദ്യ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരേണ്ട സമയമായി. ആദ്യ സ്നേഹം പറഞ്ഞ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, വചനത്തിലുള്ള പിതാക്കന്മാർ ദൈവത്തെ എത്രമാത്രമാണോ സ്നേഹിച്ചത്, ദൈവത്തെ എത്രമാത്രമാണോ ബഹുമാനിച്ചത്, ഭയപ്പെട്ടത്, ആ ഒരു സ്നേഹത്തിലേക്ക് നാം വീണ്ടും തിരിച്ചു വരേണ്ടതാണ്. കാരണം നമ്മെ ദൈവം നാം ഒരിക്കലും അവനെ തേടി പോയതല്ല, അവൻ നമ്മെ തേടി വന്നവനാണ്. അതിനാൽ നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് കൂടുതലായി പോകണം. നമ്മൾ എത്ര അവനിൽ നിന്ന് അകന്ന് പോയാലും അവൻ വീണ്ടും നമ്മളെ അടുത്തേക്ക് ചേർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. വചനത്തിൽ അനേകരും മുടിനായ പുത്രനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, മുടിനായ പുത്രൻ വിട്ടുപോയിട്ടും വീണ്ടും അപ്പൻ്റെ അടുക്ക് തിരിച്ചു വന്ന പോലെ നമ്മൾ എത്രമാത്രം വിട്ടുപോയാലും ദൈവത്തിനടുക്കിലേക്ക് നാം വീണ്ടും തിരിച്ചു വരും. കാരണം അതിനുള്ള വഴികൾ ദൈവം അവിടെ തന്നെ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിലേക്ക് പിടിച്ചു കയറി വരിക എന്നതാണ് നാം ചെയ്യേണ്ടത്. 100 വയസ്സിലും 99 വയസ്സിലൊക്കെ മരണപ്പെട്ടു പോണ ആൾക്കാർക്ക് അനേക സ്വപ്നങ്ങളും കാര്യങ്ങളും നിവർത്തിക്കാൻ കഴിയാതെയാണ് മരിച്ചു പോയത്. പക്ഷേ 33.5 വയസ്സിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് എല്ലാം നിവൃത്തിയായി എന്നാണ് ദൈവം പറഞ്ഞത്. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. നമ്മുടെ രക്ഷയ്ക്കുള്ളതും നമ്മുടെ രോഗത്തിനുള്ളതും സമാധാനത്തിനുള്ളതും നിത്യജീവനുള്ളതും അങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം 33.5 വയസ്സിൽ തന്നെ തീർത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു പ്രവൃത്തിയും അവസാനിക്കാതെ നിലനിർത്തി പോയ ഒരു വ്യക്തിയാണ്. എല്ലാം പൂർണ്ണമായും അവസാനിച്ച് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കേണ്ടായ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തന്നിട്ടാണ് ദൈവം സ്വർഗത്തിലായിരിക്കുന്നത്. നമ്മൾ യെശയ്യാവ് 55:6 പറയുന്നു, യഹോവയെ കണ്ടെത്തുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇന്ന് ആർക്കും ദൈവം അടുത്തുള്ളപ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കാനോ അവ അടുത്തിരിക്കുമ്പോൾ അവനെ ആരാധിക്കാനോ സമയം കഴിയുന്നില്ല. കാരണം ഇന്ന് ദൈവം നമ്മുടെ എല്ലാവരുടെയും അടുക്കൽ തന്നെയുണ്ട്. പക്ഷേ അത് ആർക്കും മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ആർക്കും ഗ്രഹിക്കുവാനോ കഴിയണില്ല എന്നതിലാണ് നമുക്ക് വരുന്ന പോരായ്മ എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിൽ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശത്തിലായി അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല എന്ന് തിരുവചനം പറഞ്ഞു. ഇന്ന് നാം ദൈവത്തിലേക്ക് നോക്കി നമ്മുടെ പ്രയാസങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുഖം ലജിച്ചു പോകാൻ ഒരു നാളും ഇടയാക്കാൻ ദൈവം സമ്മതിക്കുകയില്ല, ഉറപ്പാണ് അത്. നമുക്ക് സങ്കീർത്തനത്തിൽ നോക്കിയാൽ 56 വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ ഉഴൽച്ചുകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് പറയുന്നു. നമ്മൾ ഈ നാളുകളെല്ലാം കരഞ്ഞ ചില കരച്ചിലുകൾ, നമ്മൾ അനുഭവിച്ച ചില വേദനകളെല്ലാം ദൈവം തൻ്റെ തുരുത്തിയിൽ, നമ്മൾ അലഞ്ഞ ഉരൽച്ചിലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അലഞ്ഞ അലച്ചിലുകളും നമ്മൾ കരഞ്ഞ കണ്ണുനീരുകളും ഇന്ന് അവൻ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് അവൻ്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൽ പ്രത്യാശ വെച്ചു കൊള്ളുക. കാരണം നമുക്ക് ഈ ലോക ജീവിതത്തിൽ മറ്റൊരുത്തിനിലും രക്ഷിക്കപ്പെടാൻ മറ്റൊരുത്തിലും നമുക്ക് രക്ഷയില്ല എന്ന് മനസ്സിക്കൊള്ളുന്നു. നമ്മളെ റോമർ 8:18 പറയുന്നു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചരിച്ചാൽ ഇക്കത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങളും ഈ അനുഭവിക്കുന്ന വേദനകളൊന്നും ദൈവസന്നിധിയിൽ നമുക്ക് അവസാന കാലഘട്ടത്തിൽ യാതൊരു
കുഴപ്പമുണ്ടല്ലോ. നമുക്ക് ഈ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനേക്കാൾ വലുതൊന്ന് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. പല മനുഷ്യരും പലവരും സഹായിക്കുമ്പോൾ പല കാര്യങ്ങളും എന്താ പറയുക, സഹായിക്കുമ്പോൾ പലരും അറിയും. എല്ലാ മനുഷ്യരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും അറിയും. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാണ്. നമുക്കിന്ന് ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വേറെ ഒരു മനുഷ്യനും അറിയില്ല. നിനക്ക് ദൈവം എന്ത് ചെയ്തു, ദൈവം എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളോട് മനുഷ്യൻ ചോദിക്കും. പക്ഷേ അവർക്കറിയില്ല ദൈവം നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കാര്യങ്ങൾ അറിയണ്ട്. ഇവിടെ മത്തായിയുടെ ലേഖനം 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അതിൻ്റെ അടുക്കിൽ ചെന്ന് അതിൽ ഇലയൊന്നുമില്ലാതെ ഒന്നും കാണുകയാകാൽ ഇനി നിന്നിൽ ഒരു ഫലവും ഉണ്ടാകാതെ പോട്ടെ എന്ന് അതിനോട് പറഞ്ഞപ്പോൾ ആ ക്ഷണത്തിൽ ആ അത്തി വാടിപ്പോയി. ഇത് കണ്ട് യേശുവിൻ്റെ ദാസന്മാര് ശിഷ്യന്മാര് ആശ്ചര്യപ്പെട്ടു. ഇത്ര വേഗം ഇതെങ്ങനെ വാടിപ്പോയി എന്ന് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ യേശു പറഞ്ഞു, നിങ്ങളെ കൊണ്ടും ആകും. അതിൽ പറഞ്ഞു, നിങ്ങൾ വിശ്വാസം കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഇത് നമുക്ക് ചെറിയൊരു വിശ്വാസം മാത്രം മതി. ആ ഒരു വാക്കിൽ തന്നെ പറയുന്നുണ്ട്, മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്കിന്ന് ഒരു വിശ്വാസം മാത്രം മതി. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് സകലവും ലഭിക്കും. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എനിക്ക് ലഭിക്കും എന്നൊരു വിശ്വാസം മാത്രം മതി. ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ കാര്യമുണ്ട്. നമുക്ക് അടുത്തൊരു വേറൊരു രണ്ട് വ്യക്തികളെ വചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് യൂദയും പത്രോസും കാണാൻ കഴിയുന്നുണ്ട്. യൂദ എന്ന് പറയുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത് യൂദയാണ്. പിന്നെ അതുപോലെ തന്നെ പത്രോസ് എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞവരാണ്. ഈ രണ്ട് പേരുടെ കയ്യിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂദ ഈ തെറ്റ് ചെയ്ത ശേഷം ആ വെള്ളിക്കാശ് മന്ദിരത്തിലേക്ക് എറിഞ്ഞ് തൂങ്ങി ചത്തു. പക്ഷേ പത്രോസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ പശ്ചാത്താപിച്ച് ദുഃഖത്തോടെ കരഞ്ഞു. തൻ്റെ തെറ്റിനെ കുറിച്ച് പശ്ചാത്താപിച്ച് പത്രോസ് പിൽക്കാലത്ത് ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലനായി തീർന്നു. നമ്മൾ അനേകർക്കും ഇവിടെ മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില സമയത്ത് നമ്മൾ യൂദയെ പോലെ ചിലപ്പോൾ ആ തെറ്റിൽ തന്നെ നമ്മൾ അകപ്പെട്ടു പോകും. ചിലപ്പോൾ കരം കയറാൻ കഴിയാതെ ആ തെറ്റിൽ തന്നെ നമ്മൾ ചിലപ്പോൾ അകപ്പെട്ടു പോയെന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് പത്രോസിനെ പോലെ ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി ആ തെറ്റ് നമ്മൾ ദൈവത്തോട് ഏറ്റു പറയുകയാണെങ്കിൽ ദൈവം എന്തായാലും നമ്മുടെ തെറ്റിനോട് ക്ഷമിക്കും. ആ ക്ഷമിച്ച ശേഷമാണ് പത്രോസ് ഒരു അപ്പോസ്തലനായി തീർന്നത്. നമ്മുടെ വചനത്തിൽ പറയുന്ന യെശയ്യാവ് 1:18 പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ തെറ്റുകൾ എത്ര കടും ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാനാവുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്നൊരു വിശ്വാസം മാത്രം നിങ്ങൾ മതി. കർത്താവ് യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ എത്ര വലിയ പാപികളായാലും നമ്മെ ശുദ്ധമാക്കുന്ന ഒരു രക്തം ഇന്ന് ഈ ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വ്യർത്ഥവും പൃഥുപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അത്രേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വെള്ളിയോ പൊന്നോ പോലെയുള്ള അഴിഞ്ഞു പോകുന്ന ഒന്നുകൊണ്ടല്ല നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്, മറിച്ച് ഒരിക്കലും അഴിഞ്ഞു പോവുകയില്ല എന്നുള്ള കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമ്മളിന്ന് വിലക്കെടുത്തിരിക്കുന്നത് ദൈവം എന്ന് നമ്മൾ ഓർക്കണം. കാരണം വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവന് നൽകുവാണ് ലോകത്തെ സ്നേഹിച്ചെന്നുണ്ട്. നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പ് തന്നെ ലോകത്തെ സ്നേഹിച്ച ഒരു ദൈവമാണ്. കാരണം ഇന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പാപങ്ങൾ മാറുവാൻ വേണ്ടി ദൈവം തൻ്റെ സ്വന്തം പുത്രനെയാണ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത്. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ച ഈ ദൈവത്തിന് മാത്രം നമ്മൾ തിരിച്ച് എന്ത് കൊടുക്കണ്ടേ എന്ന് നാം തന്നെ ഒന്ന് ചിന്തിക്കണം.
നമ്മൾ എന്തുമാത്രം ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്, എന്തുമാത്രം ദൈവത്തിന് തിരിച്ച് ചെയ്യുന്നുണ്ട് എന്ന കാര്യം നാം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രയേറെ സ്നേഹിക്കുന്ന വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ വേറൊരു ദൈവമോ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അത്രമാത്രം ഏറെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് വചനത്തിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ അനേകരും വചനം കൊണ്ട് ഓടുകയും അവിടെ ഇവിടെയും പല വാക്കുകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫിലിപ്പിയറിൽ പറയുന്നു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതിനും വെറുതെ ആകില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകുമെന്ന് ഫിലിപ്പിയർ 2:14 പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഓടുന്നതും നമ്മളിന്ന് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനും എല്ലാത്തിനും ക്രിസ്തുവിൻ്റെ നാളിൽ ഒരു പ്രശംസ നമുക്ക് ഉണ്ട് എന്ന വിശ്വാസം മാത്രം നമ്മളിൽ ഉണ്ടായാൽ മതി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ. കാരണം നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ലോകവസനത്തിൽ എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ദൈവമാണ്. മറ്റൊരു ദൈവവും ഇതുവരെ പറയില്ല, വേറെ ഒരു ദൈവത്തിനും പറയാൻ കഴിയില്ല ലോകത്തിൻ്റെ അവസാനത്തോളം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. നമ്മുടെ ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അതിനാൽ ഒരിക്കൽ നിങ്ങളോട് പറയുന്നു, നമ്മൾ തെറ്റുകൾ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വെളിച്ചത്തിലായിരിക്കുന്നവരാണെങ്കിൽ, ഇരുട്ടിലായിരിക്കുന്നവരാണെങ്കിൽ നാം വെളിച്ചത്തിലേക്ക് മടങ്ങി വരേണ്ട സമയമായി. കാരണം ആദ്യ സ്നേഹത്തിലേക്ക് നാം തിരിച്ചു വരേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഇരുട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ, തെറ്റിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരേണ്ട സമയം ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെറ്റുകൾ ഏറ്റു പറയുകയാണെങ്കിൽ ദൈവം എന്തായാലും നിങ്ങളോട് ക്ഷമിക്കും. കാരണം അവൻ സത്യസന്ധ നീതിമാനുമാണ്. അവൻ്റെ വാക്കിന് ഒരിക്കലും ഒരു ഇതും ഉണ്ടാകില്ല. കാരണം അവൻ പറഞ്ഞ വാക്ക് എപ്പോഴും നടന്നിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്ഥാനപ്പെടാത്തവരായാലും തെറ്റിൽ നിന്ന് ഇപ്പോഴും അകപ്പെട്ടവരായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ഥാനപ്പെടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പൈതലായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഈ ലോക ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷെ അതെല്ലാം നമ്മുടെ നല്ലതിനു വേണ്ടി ദൈവം ചെയ്യുന്ന ചില പരീക്ഷണങ്ങൾ മാത്രമാണ്. നമ്മൾ ഈ ലോകത്തിൽ എത്രമാത്രം കഷ്ടങ്ങൾ അനുഭവിച്ചാലും അതിനേക്കാൾ വലുതൊന്ന് ദൈവം നമുക്ക് സ്വർഗരാജ്യത്തിൽ തന്നിട്ടുണ്ട് എന്ന വിശ്വാസം മാത്രം മതി. ഈ ചെറിയ വാക്കുകളെ എൻ്റെ വച്ച് ഞാനിവിടെ നിർത്തും.